അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിൽ രണ്ടാം തവണയും ഡൊണാൾഡ് ട്രംപ് എത്തിയതോടെ അമേരിക്കക്കാരെ പിടികൂടിയിരിക്കുന്നത് കഷ്ടകാലമാണ്. എവിടെ വെടിവയ്പും ആക്രമണവും ഉണ്ടായാൽ അവിടെ തന്റെ ഇടപെടൽ നിർണായകമാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ട്രംപിന്റെ ഒരു സ്ഥിരം പണിയാണ്. പകൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ വെടിനിർത്തലിന് ട്രംപ് ഇടപെട്ടു എന്നായിരുന്നു ട്രംപിന്റെ തള്ളലും. എന്നാൽ ട്രംപിന്റെ എല്ലാ പൊയ്മുഖങ്ങളും വാദങ്ങളെയും തച്ചുടച്ചിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ പാക് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ജയശങ്കർ. വെടിനിർത്തലിന് US പങ്കുണ്ടെന്ന അഭ്യൂഹങ്ങൾ അവസാനിപ്പിക്കണമെന്നും ലോകസഭയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. പകൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും 16 മണിക്കൂർ നീണ്ട ചർച്ചയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കാരണം ട്രംപിന്റെ കള്ളപ്രചാരണത്തെ തുടർന്ന് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞിരുന്നു. ഇന്ത്യ നടപ്പിലാക്കിയ വെടിനിർത്തലിന് എന്തിനാണ് മധ്യസ്ഥ ശ്രമം, അതായത് ട്രംപിന്റെ ഇടപെടൽ നടത്തിയത് എന്നായിരുന്നു. ഇതിന് കേന്ദ്രവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറുപടി പറയണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ നടന്നിട്ടില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ കേന്ദ്രം കോൺഗ്രസിന് മറുപടി നൽകേണ്ട കാര്യമില്ല. ട്രംപും മോദിയും ഇക്കാര്യം സംസാരിച്ചുവെന്നും ട്രംപ് അവകാശപ്പെടുന്ന ദിവസങ്ങളാണ് ഏപ്രിൽ 22-നും ജൂൺ 17-നും ഇടയിൽ. എന്നാൽ ഈ ദിവസങ്ങളിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല എന്നും ജയശങ്കർ വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിൽ US പങ്കുണ്ടെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളെ തുടർന്നായിരുന്നു ജയശങ്കറിന്റെ പരാമർശം. നേരത്തെയും ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസും പ്രധാനമന്ത്രിയും ഫോണിൽ സംസാരിച്ച സമയത്ത് താനും അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ ആ ചർച്ചകളിൽ വ്യാപാരവും വെടിനിർത്തലും സംബന്ധിച്ച് ഒന്നും വന്നിട്ടില്ലെന്നും അവയെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ലെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. വാൻസ് പ്രധാനമന്ത്രിയെ വിളിച്ച് പാകിസ്ഥാന്റെ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് മാത്രമാണ് നൽകിയത്. ഇന്ത്യയെ ആക്രമിച്ചാൽ കടുത്ത തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി വാൻസിന് മറുപടിയും നൽകിയിരുന്നു. JD വാൻസിന് പിന്നാലെ US സ്റ്റേറ്റ് സെക്രട്ടറിയും പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ചിരുന്നു. പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കാനാണ് അദ്ദേഹം ബന്ധപ്പെട്ടത്. അതുകഴിഞ്ഞ് പാക് മിലിറ്ററി ഓപ്പറേഷൻ ജനറൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇന്ത്യ അറിയിക്കുകയായിരുന്നുവെന്നും ജയശങ്കർ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന നടക്കുന്നതിനിടെ പ്രതിപക്ഷ MPമാർ ഇടപെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ പ്രകോപിതനാക്കിയിരുന്നു. പ്രതിപക്ഷത്തിന് വിദേശകാര്യമന്ത്രിയിൽ അല്ല വിശ്വാസം, മറ്റ് രാജ്യത്തെ ആളുകൾ പറയുന്നതാണ് കണക്കിലെടുക്കുന്നതെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ 5 ജെറ്റ് വിമാനങ്ങൾ തകർക്കപ്പെട്ടു എന്ന പുതിയ വെളിപ്പെടുത്തലുമായിരുന്നു ട്രംപ് അവസാനം രംഗത്തെത്തിയത്. വ്യാപാര കരാർ മുന്നോട്ട് വെച്ചാണ് ഇരു രാജ്യങ്ങളെയും അനുനയിപ്പിച്ചതെന്ന വാദവും ട്രംപ് വീണ്ടും ആവർത്തിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതീവ ഗുരുതരമായിരുന്നുവെന്നും യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന സ്ഥിതിയിൽ വരെ കാര്യങ്ങൾ എത്തിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വൈറ്റ് ഹൌസിൽ ചില റിപ്പബ്ലിക് നിയമനിർമ്മാതാക്കളുമായി നടത്തിയ അത്താഴ വിരുന്നിലായിരുന്നു ട്രംപിന്റെ അവകാശവാദം. 5 ജെറ്റുകളാണ് സംഘർഷത്തിനിടയിൽ വെടിവെച്ചിട്ടതെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. എന്നാൽ ഏത് രാജ്യത്തിന്റെ ജെറ്റുകളാണ് വെടിവെച്ചിട്ടതെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളായതാണ് സ്ഥിതി ഗുരുതരമാക്കിയതെന്നും ട്രംപ് പറഞ്ഞിരുന്നു. വ്യാപാര ചർച്ചകളെ മുൻനിർത്തിയാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് അന്തിമ തീരുമാനമെടുത്തത്. യുദ്ധം പരിഹരിക്കുന്നതുവരെ തങ്ങൾ നിങ്ങളോട് വ്യാപാരത്തെക്കുറിച്ച് സംസാരിക്കില്ലെന്നും ഇരു നേതാക്കളോടും പറഞ്ഞിരുന്നു. അതവർ കേട്ടുവെന്നും മികച്ച നേതാക്കളായിരുന്നുവെന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചത് അമേരിക്കയുടെ നേതൃത്വത്തിലെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയും JD വാൻസും വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ, അജിത് ഡോവൽ, അസീം മുനീർ, അസീം മാലിക് എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായി എന്നാണ് മാർക്കോ റൂബിയോ എക്സിൽ വ്യക്തമാക്കിയത്. എന്നാൽ അമേരിക്കയുടെ വാദം ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു. അവകാശവാദത്തെ എതിർത്ത് അന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മന്ത്രി S ജയശങ്കർ രംഗത്തെത്തിയിരുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച